അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം എല്ലാ വസ്തുക്കളും പുതുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പാസ്പോർട്ട് പുതുക്കും, വിസ പുതുക്കും, ലൈസൻസ് പുതുക്കും. ഇങ്ങനെ ഓരോ വസ്തുക്കളും അത് കാലാവധി കഴിയുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ നോക്കും, ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഇത്രാം തീയതി ഡേറ്റ് കഴിയും, അതിൻ്റെ മുമ്പ് തന്നെ നമ്മളത് പുതുക്കും. ഇന്നൊരു സുഹൃത്ത് പറഞ്ഞു, മറ്റന്നാൾ ഖത്തറിൽ ഇറങ്ങണം, എന്നിട്ട് കണ്ണ് പരിശോധിക്കണം, അല്ലെങ്കിൽ എൻ്റെ വിസ കട്ടാവും. അപ്പോൾ അത്രത്തോളം കൃത്യമായിട്ട് ഡേറ്റും സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും. എന്നാൽ ഇതിലുപരിയൊക്കെ നമ്മൾ പുതുക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ ഈമാൻ. അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാൻ പുതുക്കണം. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, കൈഫ നുജദ്ദിദു ഈമാനന, അതെങ്ങനെ ഞങ്ങൾ പുതുക്കൽ? അക്ഷയ പോവുകയാണ്, പഞ്ചായത്ത് പോവുകയാണ്, എങ്ങനെ ഇത് പുതുക്കൽ? അതിൻ്റെ രൂപം എങ്ങനെയാണ്? അതിന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് എങ്ങനെയാണ് ഇത് പുതുക്കേണ്ട രൂപം? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഖാല അക്സറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ കൂടുതൽ ചെല്ലുക. അത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈമാൻ ഇങ്ങനെ അതിന് തിളക്കം കൂടും, മൂർച്ച കൂടും, അത് പവർഫുൾ ആവും, ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഈമാൻ ഡെയിലി അത് കൂട്ടാൻ, ചാർജ് ആവാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ലൈസ മിൻ അബ്ദിൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഅത മറ, 100 തവണ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ, ഇല്ലാ ബഅസുല്ലാഹു യൗമൽ ഖിയാമ വവജ്ഹു ഖൽ ഖമരി യൗമൽ ലൈലത്തുൽ ബദ്രി, 14-ാം രാവ് പോലെ ആയിരിക്കും അവൻ്റെ ഫേസ് ഖിയാമത്ത് നാളിൽ. നമ്മൾ മുഖം മിനുക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോവാറുണ്ട്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. 1000-2000 രൂപ കാശ് കൊടുത്തിട്ട് ചിലവഴിച്ചിട്ടാണ് അങ്ങനെ മുഖം വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് അതൊരു മാസമോ അല്ലെങ്കിൽ 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ അത് പോയി. എന്നാൽ ഇതങ്ങനെയല്ല, അനന്തമായി സ്വർഗീയ ലോകത്ത് സുന്ദരനായിട്ട് വിലസാൻ അവന് കഴിയുന്നതാണ്. എന്ത്? 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൗർണമിയെപ്പോലെ 14-ാം രാവ് പോലെ പ്രകാശിക്കുന്ന മുഖമായിരിക്കും അവൻ്റെ മുഖം. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ, ഖുർആൻ പറയുന്നുണ്ട്, ചില മുഖങ്ങൾ വെളുത്തതായിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. വതസ്വദ്ദു വുജൂഹുൻ, ചില ഫേസുകൾ അത് കറുത്തിരുണ്ടതുമായിരിക്കും. അപ്പോൾ ഈ ദിക്ർ നിരന്തരം ചെല്ലുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നിരന്തരം ചെല്ലുന്ന ആളുകൾ, അവരെ ഈമാനിന് മൂർച്ച കൂടുകയും അവരുടെ മുഖം അന്ത്യനാളിൽ പ്രകാശിക്കുകയും ചെയ്യുന്നതാണ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി, നിന്നെ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നീ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഡെയിലി നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റും മാക്സിമം നമ്മൾ ചൊല്ലി ശീലിക്കുക. അതൊരു ഹാബിറ്റാവുക, അത് നമ്മുടെ ഒരു സ്കില്ലായി, ഒരു ത്രില്ലായി മാറണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻകാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ ഉത്തമമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ അധികരിപ്പിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.